سلام حبيبي 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 سلام سلام حبيبي سلام حبيبي سلام حبيبي سلام സ്വാഗതം സ്നേഹ വിഴിയിൽ നീലത്താമര പൂത്തൊരു കേരളം തലയിൽ പച്ചത്തട്ടമണിഞ്ഞൊരു കേരളം ആഴകിൻ പുന്നാര പെൺകൊടി വരവായി മണവാട്ടി ചേലുമായി മുറ്റത്തമ്പിളി മുല്ലപ്പൂമഴ പെയ്യണം കൽവിനുള്ളിൽ മുട്ടി വിളിക്കണ പൂമണം ഓ സലാം ഹബീബി പാടുവാൻ വരവായി മലയാള പെൺമണി നൂറ് നിറമുള്ള മാരിവില്ലായി മാനത്ത് പൂക്കുന്ന സ്വപ്നം ഞങ്ങൾ അതിരില്ല കുന്നിൽ നിന്നോടിയെത്തും അളവില്ല സ്നേഹത്തിൻ തെന്നൽ ഞങ്ങൾ മലയാള വാക്കിൻ്റെ താളത്തോടെ മലനാട്ട് മണ്ണിൽ നിന്നെത്തി ഞങ്ങൾ നമ്മളീ മണ്ണിൻ്റെ മക്കളല്ലേ മാമല നാടിൻ്റെ മക്കളല്ലേ ചിരിയുടെ അമിത്തിന് തിരി കൊളുത്തുവാനിങ്ങ് കളി ചിരിച്ചെത്തി ഞങ്ങൾ സലാം ഹബീബി പുതു പുതു മനസ്സിന്റെ മണി മുഴക്കുവാൻ നല്ല കഥ കഥ കിളികളായി പറന്നു ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങൾക്കിന്ന് തുടി തുടിക്കുവാൻ വന്നു ഞങ്ങൾ സലാം ഹബീബി
habibi, salam 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 habibi. Salam habibi, 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 salam habibi. Ford Salam Habibi, brought to you by Ford. മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ ശ്രീ സിദ്ദിഖ്. അതെ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ശ്രീ സിദ്ദിഖ് തന്നെയാണ് ഫോർഡ് സലാം ഹബീബിയുടെയും സംവിധായകൻ. ശ്രീ സിദ്ദിഖിനെ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ മണ്ണിൽ നമ്മൾ ഒരിക്കൽ കൂടി ഒത്തുചേരുകയാണ്. ഈ സന്ധ്യ നമുക്കേവർക്കും എന്നും ഓർക്കാൻ തക്കുന്ന മനോഹരമായ ഒരു സന്ധ്യയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ച മാക്സ് മീഡിയയുടെ വിജയ് ബാബുവിനും സമീറിനും, ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ള സാങ്കേതിക വിദഗ്ധരായ ടെന്നിസൻ, ജയകുമാർ, അശോകൻ, ലാലപ്പൻ, ആലിച്ചൻ, ബെന്നി, ബാബു ജോസ്, ജയകുമാർ, പിന്നെ ഈ സലാം ഹബീബിയുടെ സംഗീതം, ഇതിൻ്റെ ട്യൂൺസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്, ഇതിൻ്റെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ഹൈദപ്പുറം നമ്പൂതിരി, അങ്ങനെ എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ കവറിങ് നടത്തുന്ന ലെൻസ്മാൻ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ സംഘത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹ സന്തോഷ പ്രകടനത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് ഒരു പുത്തൻ സംഭാവനയായി വന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ആദ്യ ഗാനവുമായി എത്തുന്നു. മധു ബാലകൃഷ്ണൻ. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാഗസുധാസാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു. ആറാട്ടുകടവിലും ആനക്കൊട്ടിലും ആസ്വാദകലക്ഷം നിറഞ്ഞു നിന്നു.
സതിരു തുടങ്ങി സംഗീതലഹരിയിൽ സദസ്യ നിശ്ചലരായി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടുപാടി. പാദന ദാനദനി സസ ദാനദനി സരി സരി നിസരി സരി ഗരി ഗഗ ദാനദനി സരി സരി പാദന ദാനദനി സരി 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 ദാനദനി സരി 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 ദാനദനി ഗരി ദാനദനി സരി സരി ഗരി ഗമ ഗരി ദാനദനി സരി സരി ദാനദനി സരി ദാനദനി സരി ദാനദ പാദന ചെമ്പട താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈവായി പാട്ടുപാടി. വടിവേലു തിരുമുമ്പിൽ പണ്ടു കാണിക്ക വച്ച വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. മൃദംഗത്തിൽ പാലക്കാട്ടുമണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. മൃദംഗത്തിൽ പാലക്കാട്ടുമണി നെയ്തലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാസാഗരത്തിൽ നീരാടി. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. നമ്മൾ എന്ന ചിത്രത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ മിസ് ജോത്സ്ന അതേ ഗാനവുമായി ഇതാ നമ്മുടെ മുമ്പിൽ. സുഖമായി
ഏതൊരു പരിപാടിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷമേ ആരംഭിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ സലാം ഹബീബി നേരത്തെ ആരംഭിച്ചത് ഉദ്ഘാടകർ എത്താൻ വൈകിയത് കൊണ്ടാണ്. ഏതായാലും നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വിശിഷ്ടാതിഥികൾ അവർ മറ്റാരുമല്ല, കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അച്ചുമാമനും കേരള മുഖ്യമന്ത്രി ശ്രീ തൊമ്മൻ ചാണ്ടിയും അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് കേരളത്തിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ ജനസമ്പർക്ക പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരാതി എനിക്ക് നേരിട്ട് തരാം, ഞാൻ അതിന് പരിഹാരം കാണുന്നതാണ്. എടോ ചീഫ് മിനിസ്റ്ററെ. ചീഫ് മിനിസ്റ്റർ അല്ല, ചീഫ് മിനിസ്റ്റർ. എന്ത് കുന്ത്രാണ്ടമെങ്കിലും ആവട്ടെ, കേരളത്തിലെ മലയാളികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ താൻ ഇവരെ പറ്റിക്കാൻ നോക്കണ്ട. ഇവര് ഗൾഫിൽ വന്ന് അധ്വാനിച്ചു ബുദ്ധി തെളിഞ്ഞ മലയാളികളാണ്. സമയം കളയാതെ ലാൽ സലാം ഹബീബി ഉദ്ഘാടനം ചെയ്ത് സ്ഥലം കാലിയാക്കാൻ നോക്കണോ. അതെ, ലാൽ സലാം ഹബീബി അല്ല, സലാം ഹബീബി. ലാൽ സലാം ഹബീബിയാണ് അതിന്റെ ഭംഗി. കേരളത്തിൽ ഓടി നടന്ന് ജനസമ്പർക്ക പരിപാടി എന്ന കുന്തോം പറഞ്ഞ് ചാക്ക് കണക്കിന് അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരപേക്ഷക്കെങ്കിലും താൻ പരിഹാരം കണ്ടോടൂ മിനിസ്റ്ററെ. വരൾച്ചയാണ്, വെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞു തന്ന കർഷകരുടെ പരാതിക്ക് ഞാൻ പരിഹാരം കാണുകയുണ്ടായി. 15 കിലോ അരി വീതം ഞാൻ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തല്ലോ. വെള്ളം കിട്ടാത്തവർക്ക് അരി കൊടുത്തിട്ട് അവരെങ്ങനെ തിന്നാനാടോ? അരി വറുത്തു തിന്നും. എന്താണോ? ഓ, ഫ്രൈഡ് റൈസ്. അപ്പോൾ തനിക്ക് ആര് പരാതി തന്നാലും താൻ പരിഹരിക്കുമല്ലേ? തീർച്ചയായിട്ടും. എന്നാൽ എനിക്കൊരു പരാതിയുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അത് പരിഹരിച്ചിരിക്കും. എന്നെ കൊണ്ടേ സാധിക്കൂ. ഇന്ന് പരാതി പിടിച്ചു. എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കുക, എന്നിട്ട് ആ സ്ഥാനത്തിരിക്കുവാൻ കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള ഒരാൾ താങ്കളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, അയാളെ മുഖ്യമന്ത്രിയാക്കുക. അയ്യോ, ഇത് പരാതിയല്ല, പരാക്രമവും ആക്രാന്തവുമാണ്. ഞാൻ രാജിവെച്ചാലും താൻ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. അതിന് തന്റെ കുടുംബക്കാർ തന്നെ തനിക്കിട്ട് പാരവച്ചോളും. മുഖ്യമന്ത്രി രാജിവെക്കുക, രാജിവെച്ച് പുറത്തു പോകുക. ഇത് തന്നെയാണ് ഇയാളെ മുഖ്യമന്ത്രിയാക്കാത്തത്. കാരണം ഇയാൾ മുഖ്യമന്ത്രിയായാലും ഇയാൾ ഇത് തന്നെ പറയും, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന്. കാരണം 10-30 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുക. ഇയാളോട് സംസാരിച്ചാൽ എന്റെ നാവിലെ വെള്ളം പറ്റുമല്ലോ എന്റെ മണ്ണാറക്കാട് പുണ്യാളോ. അതെ, ഇത്തിരി വെള്ളം കുടിക്കാൻ എന്താണ് ഒരു വഴി? ഇവിടെ വന്നിട്ടും വെള്ളം കുടിക്കണോ? കേരളത്തിൽ താൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. കാരണം ഇയാള് ഭരിക്കാൻ തുടങ്ങിയത് മുതൽ കേരളത്തിൽ പീഡനമല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഭരണം കാരണമല്ല കേരളത്തിൽ പീഡനം നടക്കുന്നത്. കാ എന്ന അക്ഷരം എവിടെയുണ്ടോ അവിടെ പീഡനം നടക്കുമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം കേരളത്തിൽ കായുണ്ട്, ഈ അടുത്ത് പീഡനം നടന്ന കിളിരൂര് കായുണ്ട്, കോഴിക്കോട് കായുണ്ട്, കോതമംഗലത്തും കായുണ്ട്. കായുള്ളത് കൊണ്ടാണ് പീഡനം നടക്കുന്നതെന്ന് താൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം തന്റെ നാട്ടുകാര് തന്നെ ഓമനിച്ചു വിളിക്കുന്ന പേര് കുഞ്ഞൂഞ്ഞെന്നല്ലേ. ആ കുഞ്ഞൂഞ്ഞിലുമുണ്ട് ഒരു കുഞ്ഞ് കാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കായുടെ കാര്യം പറഞ്ഞ് താനിവിടെ കത്തിവെച്ച് നിന്നാൽ നമ്മൾ വന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് സലാം ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ലാൽ സലാം ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനും പ്രഖ്യാപിക്കുന്നു. പ്രശസ്ത സഖാവായ സിദ്ദിഖ് അണിയിച്ചൊരുക്കിയിട്ടുള്ള, പ്രശസ്ത സഖാവായതല്ല, പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ്, പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ സലാം ഹബീബിയിലെ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടേടൂ. പരിചയപ്പെടണം. അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇതിലെ നൃത്തരംഗങ്ങൾ വെട്ടിനിർത്തിയല്ല ചിട്ടപ്പെടുത്തിയ, അതെ, വെട്ടിനിരത്തി ചിട്ടപ്പെടുത്തിയ മിടുക്കൻ
ക്രോണിക് ബാച്ചിലറിലൂടെ പ്രശസ്തനായ ഹരികുമാർ മാസ്റ്റർ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാരണം നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തിരിക്കുന്ന എന്റെ പാർട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. അതെ. വലതുവശത്ത് ആരുമില്ല. വലതുവശത്ത് ആരുമില്ലേ? എന്നാലും ഇവിടെ ഇരിക്കുന്നതെല്ലാം എന്റെ പാർട്ടിക്കാർ കൂടിയാണ്. ഇനി നമ്മുടെ താരങ്ങൾ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള താരങ്ങളുമുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ മേഖലകളിൽ നിന്നുമുണ്ട്. ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനായികയായി മാറിയ നവ്യ നായർ. അടുത്തതായിട്ട് ബാലതാരമായി സിനിമയിലെത്തി ഇപ്പോൾ യുവതാരമായി വിലസുന്ന വിനീത് കുമാർ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. മലയാളിയായ ആദ്യത്തെ മിസ് ഇന്ത്യ ഇഷ്ക് എന്ന ഹിന്ദി ചിത്രത്തിൽ ആമിർ ഖാന്റെയും അജയ് ദേവ്ഖാന്റെയും ഒപ്പവും അഭിനയിച്ച മിസ് ശ്വേത മേനോൻ. ഉത്തമൻ എന്ന ചിത്രത്തിലൂടെ നായികയായി വന്നിട്ട് തമിഴും തെലുങ്കിലും വിലസിന്ന സിന്ധു മേനോൻ. കോഴിക്കോട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കോഴിക്കോടിന്റെ അഭിമാന താരമായി മാറി, മലയാളികളുടെ അഭിമാന താരമായി മാറിയ മാമു കോയിക്ക. നമ്മുടെ മാമു കോയിക്ക ഒരു 2 വാക്ക് മലയാളികളോട് സംസാരിക്കാം. സഖാവ് മാമുക്ക ഇപ്പോൾ 2 വാക്ക് സംസാരിക്കും. സഖാവല്ല. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സലാം ഹബീബി, സലാം ഹബീബി. സ്നേഹം തുളുമ്പുന്ന അമ്മയും കുറുമ്പുകാരി നാത്തൂനും, അങ്ങനെ നിരവധി വേഷപ്പകർച്ചകളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട KPAC ലളിത. ലളിത ചേച്ചി 2 വാക്ക് പറയൂ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ദുബായിൽ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നവരൊക്കെ ഇപ്പം വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ചാണ്ടാണ് വീട്ടിൽ കൂടി ഇരിക്കുന്നത്. ഞാൻ വളരെ മുമ്പാണ് ഇവിടെ വന്നതെന്ന് പറയായിരുന്നു. വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പരിപാടി നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സംവിധായകനായ ഭരതന്റെയും KPAC ലളിതയുടെയും വീട്ടിൽ നിന്നും ഇതാ ഒരു പുത്തൻ താരോദയം, സിദ്ധാർത്ഥൻ. നമ്മളെന്ന സിനിമയിലൂടെ നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ നായിക
രേണുക മേനോൻ. ഇടവേളകളില്ലാതെ മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഇടവേള ബാബു, ദ ഇന്റർവെൽ ബാബു. ക്യാരക്ടർ റോളുകളിലൂടെ ക്യാരക്ടർ റോളുകളിലൂടെ മലയാളികളുടെ താരമായ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കരെ രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ, വിക്കളഞ്ഞല്ലോ. മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സലീം കുമാർ. നല്ലവരായ എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കളും സംശക്തൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ സന്നിധികുമാർ. സിനിമയിൽ ഇന്ദ്രജാലങ്ങൾ കാട്ടി വിലസുന്ന നമ്മുടെ ഇന്ദ്രജ. മലയാള സിനിമയുടെ ഹാസ്യത്തിന്റെ ഇന്ദ്രനായി മാറിയ ഇന്ദ്രൻസ്. തനിമയുള്ള പേരുമായി മലയാള സിനിമയിലെത്തി. മലയാള സിനിമയുടെ രോമാഞ്ചമായ കൊച്ചു സുന്ദരി മീനാക്ഷി. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തനായ താരം മിസ്റ്റർ വിനീത്. ഫാദറിലൂടെ ഹരിശ്രീ കുറിച്ച് സിനിമയിലെത്തി. ഇപ്പോൾ മലയാള സിനിമ ഹാസ്യത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹാസ്യതാരം ഹരിശ്രീ അശോകൻ. രണ്ടു വാക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. സലാം ഹബീബിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. തെന്നിന്ത്യയിൽ വരെ മലയാളത്തിന്റെ വെന്നിക്കൊടി പാറിച്ച നമ്മുടെ നേതാവ് കലാഭവൻ മണി. രണ്ടു വാക്ക്. സുഹൃത്തല്ലേ സഖാവേ? അതേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സലാം ഹബീബി. താങ്ക് യു. തെന്നിന്ത്യയിലെ സൂപ്പർ നായിക രംഭ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതെ, നിങ്ങൾ വളർത്തി വലുതാക്കിയ നമ്മുടെ നായകൻ, മലയാളികളുടെ നായകൻ ദിലീപ്. Salam Habibi. Hey, come on.
here? ഡാൻസ്. ഞാൻ ഡാൻസ് ആണ് ഉദ്ദേശിച്ച് ചെയ്യണത്. കുഴപ്പമായോ? Dance without heroine? അയ്യോ, ഹീറോയിൻ വിത്തൗട്ട് ഇല്ല. വേണ്ട വേണ്ട, ഈ ഡ്രസ് ഇട്ട് തന്നെ അങ്ങോട്ട് ഡാൻസ് ചെയ്തോ. ഓക്കേ Okay. Oh salama ailesa, ailesa, ailesa. Oh salama ailesa. Ye mari mutte chinnappa, cheetedu chittappa. Ye paru paru ponnappa, pattanam paru minnappa. Ye rottaragil, ye pattalagil, nee chaattuliyayi, patapandi mela chenda gonda. Oh salama ailesa, oh salama ailesa, oh salama ailesa, oh salama ailesa. Help! Help! Help me! ஏய் நில்றா. என்ன தைரியம் இருந்தா நான் இருக்கும்போது நீ அவன் மேல கை வச்சிருப்ப? தோடா ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നിള നീ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കെത്തി നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മേടിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. അയ്യായ്യായ്യേ, അയ്യായ്യായ്യേ. സലാം ഹബീബി. ശ്വാസം കണ്ടില്ലേ? പ്രിയമുള്ളവരെ, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളെ കാണാൻ. നിങ്ങളുടെ ഈ സ്നേഹം തീർച്ചയായിട്ടും അവിടുന്നാണ് കൂടുതൽ വേണ്ടത്. നിങ്ങളുടെ കൈയടി, അതാണ് ഞങ്ങളുടെ ശക്തി. ഈ നിമിഷം മുതൽ നമ്മുടെ വലിയൊരു വീടാണിത്. ഈ വീടിനകത്ത് നിങ്ങളുടെ ചേട്ടന്മാർ, അല്ല അനിയന്മാർ, അനിയത്തിമാർ നിങ്ങൾക്ക് വേണ്ടി ആടുന്നു, പാടുന്നു, തമാശകൾ പറയുന്നു. നല്ല കൈയടി വേണം. കൈയടി ഇല്ലല്ലോ. ഇതുപോലെ ഇനിയും ശക്തി കുറച്ചുകൂടി. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് നമ്മളെ രസിപ്പിക്കാനായിട്ട് നമ്മുടെ നാദിഷ ക്രാക്ക് എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിക്കുന്നു. പ്ലീസ്. സലാം ഹബീബി. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. Come on, boys. Ready? അമ്പലക്കര തെച്ചിക്കാവില് പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടിതയടി മേളം, അവിടെ ഇളക്കത്തിനോളം, അടയിളക്കത്തിനോളം പൂരങ്ങളും നീയും ഒരടി പെണ്ണേ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ധനദിന ദിന ധനദിന ദിന
കാണിക്കൊന്നിറങ്ങി കൈതത്തോടും തണ്ടി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. മഞ്ഞൻ മണിയുതിരും രാവിൻ നാട്ടുവഴി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. നീലമാല പോലെ അവിന്നാവിന്നിക്കൂട്ടം അരക്കരപ്പാടം നീളെ തോരണങ്ങൾ തീർത്തേ കേട്ടില്ലേ നീ കാറ്റിന്റെ മംഗല്യരാഗം. ആ മുളങ്കാട്ടിലെ കിളിപ്പെണ്ണിന് കല്യാണരാവ്. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം അവിടമ്പത് കൊമ്പന്മാരുടെ പൂരം. കുപ്പിവെള്ള കണ്ണിൽ കരിമഷിയും പെണ്ണിന് മൂക്കുത്തിച്ചേല ചിലമ്പിൻ മണികിലുക്കി കാൽത്തള താളം കൊട്ടി പൂരത്തിന് പോണു പൂച്ചോല. അകല്ലമാല ചാത്തി ഏതാണ്ടും കുത്തി കോടിച്ചേല ചുറ്റി കാത്തൊലുക്കണ നീലി വന്നില്ലേ നിന്മാരന്റെ ഗോതമ്പു വെള്ളം. ഈ വിളക്കൂതാൻ കാത്തു നിൽക്കണതാൻ തോന്നിക്കാട്ട്. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. അവാണ്ടിലയടി മേളം പടകിളക്കത്തിനോളം. പാണ്ടിലയടി മേളം പടകിളക്കത്തിനോളം. പൂരങ്ങളും നീയും ഒരടി പെണ്ണെ തനത്തിന. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. Dilelo, 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 attore cavelelo, ae, 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 dilelo, dilelo, ae, tanane, 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 tanana, tanana, na, 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 hey! Thank you very much. Salam Habibi, 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 Salam. കച്ചിക്കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പെട്ടിട്ട് ഉള്ളിന്റെ ഉള്ളിലപ്പാണ്. 101% ബ്ലൈൻഡ്, പ്യുവർലി വെർജിൻ. എന്താ വിശ്വാസായില്ലേ? ഞാൻ വിശ്വസിപ്പിച്ചു തരാം. ആരിലെ കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ Salam Habibi. കച്ചിക്കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പെട്ടിട്ട് ഉള്ളിന്റെ ഉള്ളിലപ്പാണ്. പെണ്ണെ പെണ്ണെ കള്ളിപ്പെണ്ണെ നിന്നെ കണ്ടാറിച്ചിൽ തീയാണ്. തീയുറുക്കിയ പൊന്നെ നിന്നെ കാണാതിരുന്നാലും ലഫാണ്. കച്ചിക്കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പെട്ടിട്ട് ഉള്ളിന്റെ ഉള്ളിലപ്പാണ്.
ഇവിടെ ചേട്ടാ ചേട്ടാ ചേ എന്തീ കാണിക്കണത്? അൺട്രോയിൽ ഇട്ടുകൊണ്ടാണ് പാർക്കിൽ കാറ്റോളാൻ വന്നത്. അപ്പൊ പാർക്കിൽ അൺട്രോയർ ഇട്ടോണ്ട് കാറ്റ് കൊള്ളാൻ പാടില്ലേ? അന്നാ ഇതങ്ങട് ഊരിയേക്കാ. ഛേ, ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും വൃത്തികേട് കാണിക്കണത്, നാണമില്ലാത്തവൻ. മാറന്തോണിസ് പുണ്യാളാ, ഇതേത് ഈ പ്രസ്ഥാനം? ഇതെന്റെ ഭാര്യ. അപ്പൊ നിനക്കാ നാണില്ലാത്തത്? സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയ പാർട്ടിയാണെന്നേ. എന്നിട്ട് എനിക്ക് നാണില്ലാന്ന്. ഞാനും 5-6 കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൽ 5-6 കുട്ടികളും ഉണ്ട്. പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല. നമ്മള് വെറുതെ ഇരുന്നാ മതി, ദൈവം തരും. കാരണം നമ്മൾ ഡീസന്റാ. എന്ത് ഡീസന്റ്? വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കണേ. അതുകൊണ്ട് അവള് വേറെ മുറി, ഞാൻ വേറെ മുറി. അത് കാരണം ഒരപ്പിടിക്കലും ഇല്ല. അപ്പിടിക്കലോ? പേപ്പർ തുറന്ന ഇപ്പൊ അതല്ലടാ, പെണ്ണുങ്ങളെ അപ്പിടിച്ചു അപ്പിടിച്ചൂന്ന്. അപ്പിടിച്ചെന്നല്ല, പീഡിപ്പിച്ചെന്നാ. അതെന്നെ ഞാനും പറഞ്ഞ്, അപ്പിടിച്ചൂന്ന്. ബോത്ത് ആർ സെയിം. ചേട്ടൻ ആ പോസ്റ്റ് ഓഫീസിന്റെ പുറകിലല്ല താമസിക്കണത്? അല്ല, പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. പിന്നെന്തിനാ തർക്കം? നീ ആ പരശുരാമ കൈമളുടെ മോനല്ലേടാ പുറപ്പെട്ടു പോയ മോൻ? മോനെ അതെ. എന്താ നിന്റെ പേര്? കല്യാണം, PK കല്യാണം. വരവുണ്ട് വരവുണ്ട് വരവു മാസമുണ്ട്. ഹലോ, ഒന്ന് നിന്ന്. എന്താ എന്താ വിളിച്ചേ? അയ്യോ ചേച്ചി, ഞാനല്ലേ വിളിച്ചത്, ഈ ചേട്ടനെ വിളിച്ചത്. തെറ്റി വിളിച്ചതാ. ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ, റോസി. സോറി. കൊറേ തെറ്റി വിളിക്കും, അടിച്ചതിന്റെ അണപ്പല്ലി ഞാൻ തെറിപ്പിക്കും. പട്ടി. പട്ടിന്നോ? അപ്പൊ എന്റെ ഭാര്യ തന്നെ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈ നമ്പച്ചിക്ക് കൂട്ടുമാറിപ്പട്ടി. തന്റെ ഭാര്യയായിരുന്നതൊക്കെ പണ്ട്, തന്നെ ഇപ്പൊ ആർക്ക് വേണം? അതെടി, ഇപ്പൊ എന്നെ ആർക്കും വേണ്ടാണ്ടായി. നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെ എന്തെന്ന് വിളിച്ചിരുന്നെന്ന് അറിയാമോ? ഷാരിക്കാൻ പോണു ഷാരിക്കാൻ പോണുന്നാ. ഇപ്പൊ എന്നെ എന്തെന്ന് വിളിക്കണെന്നറിയാമോ? ഷൗരിക്കാരൻ പോണു ഷൗരിക്കാരൻ പോണുന്നാ. സങ്കടുണ്ട്. അയ്യേ, തന്നെ കെട്ടുന്നതിന് മുമ്പ് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നതോ ഷൗക്കാർ ജാനകി പോണു ഷൗക്കാർ ജാനകി പോണെന്നാ. ഇപ്പൊ വിളിക്കുന്നത് ഷൗറക്കാരന്റെ ജാനകി പോണു ഷൗറക്കാരന്റെ ജാനകി പോണെന്നാ. വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത്. എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ? നിന്റെ അച്ഛൻ എനിക്ക് എന്തിട്ടുണ്ടാക്കിയെന്നടി ഈ പറഞ്ഞേ? ചോദിച്ച 10 തന്നില്ലേന്ന്. 10 രൂപ വണ്ടിക്കാശും 10 രൂപ ചായക്കാശും. എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു, ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റാ മോനെന്ന്. എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ 10 കൊണ്ട് പോവായിരുന്നു. ഞാനത് ചെയ്തില്ല. മനുഷ്യ സ്നേഹം. സങ്കടുണ്ട്. അയ്യേ, എങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടനെ. ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക്. അന്ന് മുതലുള്ള എല്ലാ അടപ്പും എന്റെ തലയിലാ. നിന്റെ തലയിൽ എന്തുട്ടടപ്പടി? കറണ്ട് ബില്ലടയ്ക്കണം, വെള്ളത്തിന്റെ ബില്ലടയ്ക്കണം, കൊച്ചുങ്ങളുടെ ഫീസ് അടയ്ക്കണം. ഏത് ആദ്യം അടയ്ക്കണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ. ആദ്യം നിന്റെ അണ്ണാക്ക് അടക്കി, ബാക്കിയുള്ളതൊക്കെ തന്നെ അടഞ്ഞു പൊക്കോളും. അപ്പൊ ഈ ചേട്ടന് ജോലി പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എവിടെ? എനിക്ക് മോട്ടറിന്റെ പണിയായിരുന്നുടാ. മോട്ടറിന്റെ പണിയോ? അത് തന്നെ. ഈ കിണറ്റിലെ മോട്ടറിന് എന്താ പണി? ഈ കറങ്ങലും വെള്ളവടിയും കറങ്ങലും വെള്ളവടിയും കറങ്ങലും വെള്ളവടിയും. അത് തന്നെ. അതുകൊണ്ടായിരിക്കുമല്ലേ ചേച്ചി ഇയാൾ ഉപേക്ഷിച്ചത്? പിന്നെ ഉപേക്ഷിക്കാണ്ട്? കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെണ്ണ് വീട്ടിനകത്ത് പെറ നിറഞ്ഞു നിൽക്കുക. അതിന്റെ വലിയ ഉത്തരവാദിത്വം ഉണ്ടോ ഇയാൾക്ക്? അതിന് വേണ്ട സൗകര്യം ഞാൻ ചെയ്തെന്നില്ലേ? എന്ത്? പെരയുടെ ഉത്തരം ഞാൻ പൊക്കി കെട്ടി തന്നില്ലേ? തന്നെ പോലെ ഒരുത്തൻ തന്നെയല്ലയോ എന്റെ അനിയത്തിയും കെട്ടിയത്. അവനെ കണ്ടുപിടിക്ക്. എന്താ അവന്റെ ഒരു സ്നേഹം ഭാര്യയോട്. അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു, പൗഡർ ഇടിച്ചു കൊടുക്കുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ വല്ല വിചാരവും ഇയാൾക്കുണ്ടോ? ആര് പറഞ്ഞു വിചാരില്ലാന്ന്? 2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. സമ്മതിക്കണ്ടേ? ആര്? നിന്റെ അനിയത്തി. വൃത്തികെട്ട മനുഷ്യ. ഇതിനിടയിൽ തന്നെ അവളെയും ട്രൈ ചെയ്തു. എടി, നീ എന്നെ തല്ലിയല്ലേ? തല്ലി തല്ലി ഇനിയും തല്ലും. കാണണം. ധൈര്യം ഉണ്ടെങ്കിലേ ഈ നിക്കണ ചങ്ങാതിനെ നീ ഒന്ന് തല്ലിയാൻ കാണട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞ അയാളെ തല്ലുന്നേ? അപ്പൊ നീ എന്തിനാടി എന്നെ തല്ലിയത്? എന്തേലും കാര്യം ഉണ്ടായിട്ടാ? പിന്നല്ലാണ്ട്. അതായത് എന്നെ നീ മനഃപൂർവ്വം തല്ലിയതാണോന്ന്? അതെ അതെ അതെ. നിനക്ക് തെറ്റ് പറ്റിയതൊന്നല്ലല്ലോ? അല്ല, ഞാൻ വേണോന്ന് വെച്ച് തന്നെ അടിച്ചതാ. വേണമെങ്കിൽ ഇനി ഞാൻ തല്ലും.
എങ്കിലും ഒക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും. തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല. സങ്കടുണ്ട്. ഒന്ന് പോടോ വൃത്തികെട്ട മനുഷ്യ. എനിക്ക് കാണരുത് ഇയാളെ. ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? നീ ഒന്നും ഉണ്ടായിരിക്കണ്ടോ? ഒരു സ്ത്രീയുടെ കൈ മേടിച്ചോണ്ട് നിൽക്കുന്നു. നാണമില്ല, തുണിയില്ല. എന്താ കുട്ടിക്ക് എന്നെ തല്ലണമെന്നുണ്ടോ? തല്ലിക്കോ, എനിക്ക് ഒരു നാണക്കേടുമില്ല. നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധമൊന്നും ഇല്ലല്ലോ. വിരോധമില്ലെങ്കിൽ സ്നേഹം കൊണ്ടൊന്ന് തലോടിക്കോളൂ. ഒന്ന് തലോടിക്കോളൂ, ഒന്ന് തലോടിക്കോളൂടി. ഇടിമന്ത, നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ. താൻ എന്റെ അയൽവാസിയായി പോകണ്ടോ ഞാൻ ക്ഷമിക്കണേ. ഞാനും അതുകൊണ്ട് തന്നെയാടാ നിന്നോട് ക്ഷമിക്കണേ. അതിന് ഞാൻ തന്നോട് എന്ത് തെറ്റോടോ ചെയ്തത്? നീ അല്ലടാ എന്റെ രണ്ടാം ഭാര്യ തങ്കമ്മേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത്. അയ്യേ, ഇയാൾ എന്താണ് ആവശ്യം പറഞ്ഞത്? എനിക്ക് അനാവശ്യമുള്ളത് നിനക്ക് ആവശ്യമാണല്ലേ? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോടാ, എന്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിന്ന്. നീയല്ലടാ കല്യാണമേ. എടോ, എന്റെ പേരാണ് കല്യാണം, അല്ലാണ്ട് ഞാൻ ആരെയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടിക്കൊണ്ടുവന്നാണോ? പിന്നെ എന്നെ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല, അന്തസ്സായിട്ട് കല്യാണം കഴിച്ചോണ്ട് വന്നതാ. ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട, കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. ഇടപെടറ അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് ഇയാളോട് സംസാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോലീസിനെ വിളിക്കട്ടെ? വിളി, പോലീസിനെ തന്നെ വിളി. അവരും കൂടി വരട്ടെ. ഈ നാട്ടില് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്ന് തോടെ അവസാനിക്കണം. വിളി പോലീസിനെ, വിളി. ഓ, എന്തൊരു സുഷ്കാന്തി ഉണ്ടക്കണം പോലീസിന്, എന്തൊരു സുഷ്കാന്തി. മദ്യപാനം കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? നോട്ട് ഓൺലി മദ്യപിച്ച് ഞാനാണ്, ബട്ട് ഓൾസോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനാ. വെറുതെ പറയണോ സാറേ? ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യന്റെ വെക്കിട്ടിരുന്നത്. നീ അഭ്യാസം ഇറക്കാണ്. അയ്യോ, എന്റെ വീട്ടുകാര് പോയേ. എടാ, നിന്റെ അടിവയറ്റിലെന്താ കരിങ്കൽ ഭിത്തി കെട്ടി വെച്ചേക്കല? കരിങ്കല്ലല്ലേ സാറേ, ഇതൊരു കുപ്പി പ്രശ്നോ? പ്രശ്നം കുപ്പിയിലാക്കിയിട്ട് ഗവൺമെന്റ് തരുന്നു, നമ്മളത് കഴിച്ച് പ്രാബല്യത്തിലാക്കുന്നു. ഓഹോ, അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കിക്കുന്നത്. ആരാടാ ഇത്? ഇതെന്റെ ഭാര്യ. എങ്ങനെ? ഇതെന്റെ ഭാര്യ. നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇവിടെ നിനക്ക് ഭാര്യയല്ല, ഭാരമാണ്, ഭാരം. എന്തിനാണ് മകനെ കൊക്കിൽ ഒതുങ്ങാത്ത കൊത്തി പറക്കുന്നത്? ആക്ച്വലി എന്താ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി. ഓഹോ, ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യയാണോടാ? ഇതെന്റെ ഭാര്യയല്ല, പിന്നെ ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ. എന്റെ ഭാര്യ തങ്കമ്മേനെയാണ് ഇവൻ തട്ടിക്കൊണ്ടുപോയത്. ഓഹോ, ഈ നിൽക്കുന്നവന്റെ ഭാര്യയെ തമ്പമ്മയെ നീ തട്ടിക്കൊണ്ടു പോയാടാ? തമ്പമ്മ അല്ല, തങ്കമ്മ. എടാ, എന്റെ നാക്കിൽ അങ്ങനെ വരുള്ളൂ. അവളെ നീ തട്ടിക്കൊണ്ടു പോയാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ, ഞാൻ പെട്ടെന്ന് പോയി. എന്ത് പോയിന്ന്? തട്ടിക്കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു പോസിബിൾ പോയെന്ന്. നീ തട്ടിക്കൊണ്ടുപോയ ഇവന്റെ ഭാര്യ തമ്പമ്മയെ, തങ്കമ്മ, മുണ്ടി പോകരുത്. ഞാനത് പറയൂ. തമ്പമ്മയെ എത്രയും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അയ്യോ സാറേ, അതിന് അവൾ എന്റെ അടുത്ത് ഇല്ല. പിന്നെ അവള് വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഓഹോ, അവൾക്ക് ഇത് തന്നെ ജോലിയോ? സഹോദര, നീ പേടിക്കണ്ട. അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് വേണ്ട അവളെ. നിനക്ക് വേണ്ടെന്നാ? നീയല്ല കംപ്ലൈന്റ് കൊടുത്തത്? ഞാനല്ല കംപ്ലൈന്റ് കൊടുത്ത് ഇവന്റെ ഭാര്യ. ആണോടാ? എങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ ഏൽപ്പിക്കാം. അയ്യോ, എനിക്കൊന്നും വേണ്ട സാറ് ഏൽപ്പിച്ചോ. എനിക്കൊന്നും വേണ്ട. അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ കോരി അവള്. എടോ, ആ ഒരൊറ്റ പ്രശ്നം കൊണ്ടാ ഞാനും അവളും ഉപേക്ഷിച്ചത്. പിന്നെ നിനക്ക് വേണോ? എനിക്ക് വേണ്ട. എനിക്കും വേണ്ടെന്നേ. എനിക്കും വേണ്ടെന്നേ. പിന്നെന്താ നമ്മൾ തമ്മിൽ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ കയ്യെന്നെ, ആ കൈയോട്. സാറ് ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി. അങ്ങനെ കോംപ്രമൈസ് ആവാൻ ഈ സബ് ഇൻസ്പെക്ടർ ബാബുക്കുട്ടൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെന്നേ. പിന്നെ സാറിന് മാത്രം ഇത്ര വലിയ നിർബന്ധം? എന്താ നിർബന്ധം? അവളിപ്പോ എന്റെ കൂടെയാണോ? പറവകൾ പോലവേ വിൺവെളി താണ്ടിയേ തുള്ളി തുള്ളി പോകുകേ. പുതുവിധ അനുഭവം നൊടിയിൽ പെരുകിടും ഇരുവരും ഉയരയും അള്ളി അള്ളി പരുകുകേ.
என்னை கொஞ்சம் மாற்றி என் நெஞ்சில் உன்னை ஊற்றி நீ மெல்ல மெல்ல என்னை கொல்லாதே நேற்றும் இன்றும் நேரம் இன்று காணும் நானும் நானும் உன் பேச்சில் என்னை வெட்டி சொல்லாதே go என்னை கொஞ்சம் மாற்றி என் நெஞ்சில் உன்னை ஊற்றி நீ மெல்ல மெல்ல என்னை கொல்லாதே நேற்றும் இன்றும் நேரம் இன்று காணும் நானும் நானும் உன் பேச்சில் என்னை வெட்டி சொல்லாதே இன்று மட்டும் கொஞ்சம் நின்று ஒரு பூவை கிள்ளிக் கொண்டு சிறு கூட செல்வேன் நினைத்ததில்லை சிறகுகள் நீளுதே பறவைகள் போலவே விண்வெளி தாண்டியே துள்ளி துள்ளி போகுதே புதுவித அனுபவம் நொடியில் பெருகிடும் இருவரின் உயிரையும் அள்ளி அள்ளி பருகுதே என்னை இங்கே வரச் செய்தால் என்னென்னவோ பேசச் செய்தால் புன்னகையில் பூக்கச் செய்தால் இன்னும் என்ன அருகினில் அமர்ந்தனை உற்று உற்று பார்க்கும் போது துரு துரு பார்வை கொண்டு அர்த்தம் என்ன என்ன
Habibi, salam. मचाले धूम मचाले धूम മാന്യ പ്രേക്ഷകർക്ക് ഓൺ റെക്കോർഡ് ഡാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഓൺ റെക്കോർഡ് ഡാൻസിൽ ഒരു മഹാകവിയെയാണ് പരിചയപ്പെടുത്തുന്നത്. Salam Habibi. മാന്യ പ്രേക്ഷകർക്ക് കാവടിയിലേക്ക് സ്വാഗതം. സോറി, പരിപാടി മാറിപ്പോയി. ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്യുന്നതുകൊണ്ട് മാറിപ്പോയതാണ്, ക്ഷമിക്കണം. മാന്യ പ്രേക്ഷകർക്ക് ഓൺ റെക്കോർഡ് ഡാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഓൺ റെക്കോർഡ് ഡാൻസിൽ ഒരു മഹാകവിയെയാണ് പരിചയപ്പെടുത്തുന്നത്. അതെ, മഹാകവിയല്ല, മഹാകവിയാണ് കേട്ടോ. ആ മഹാകവിയെയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് നിരാശനാശാൻ. മഹാകവി കുമാരനാശാന്റെ ചിറ്റപ്പൻ്റെ ചിറ്റമ്മയുടെ അനിയത്തിയുടെ അളിയൻ്റെ അമ്മായിയുടെ കെട്ടിയോൻ്റെ കൂട്ടുകാരൻ എൻ്റെ അപ്പൂപ്പൻ്റെ കൂട്ടുകാരനായിരുന്നു. ഓ ശരി. അച്ഛൻ കവിയാണോ? ഇല്ല ഇല്ല, എൻ്റെ അപ്പൻ രവിയായിരുന്നു. എന്താണ് താങ്കളുടെ അച്ഛന്റെ പേര്? എൻ്റെ അച്ഛൻ്റെ പേര് മഹാകവി രവിക്കുഞ്ഞി. അങ്ങനെ ഒരു കവിയെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ. സാറ് കേട്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ, ഞാൻ അങ്ങേരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛന്റെ ആദ്യ രചന എന്നായിരുന്നു, എന്തായിരുന്നു? ഞാൻ ജനിക്കുന്നതിന് മുമ്പായിരുന്നു അച്ഛൻ്റെ ആദ്യ രചന. എപ്പോഴായിരുന്നു? അച്ഛൻ സ്വന്തം കവിത എഴുതി ആരെങ്കിലും വായിപ്പിച്ച് കേൾപ്പിക്കാൻ ത്രില്ലടിച്ചിരിക്കുന്ന സമയം. എൻ്റെ അമ്മ പൂരം കഴിഞ്ഞു വന്ന് കിടന്നുറങ്ങുകയായിരുന്നു. ഓട് തല്ലിപ്പൊളിച്ചകത്ത് കയറിയ എൻ്റെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അമ്മയെ തോണ്ടി വിളിച്ചച്ഛൻ്റെ സ്വന്തം കവിത ഒറ്റ ഷോട്ടിൽ ചൊല്ലിക്കേൾപ്പിച്ചു. ആ കവിതയിലുണ്ടായതാണ് ഞാൻ. കവിത ചൊല്ലി അച്ഛൻ മുങ്ങി, 10ാം മാസം ഞാൻ പൊങ്ങി. വളരെ മനോഹരമായിരിക്കുന്നു താങ്കളുടെ ജീവിത കഥ. താങ്കളുടെ കവിതയ്ക്ക് പുരസ്കാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്റെ കന്നിമാസത്തിലെ പട്ടി അല്ല, കവിതയുടെ പേര് പറഞ്ഞതാണ്. എന്ന കവിതയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും പേരുദോഷം ലഭിച്ചിട്ടുണ്ട്. പേരുദോഷം കിട്ടിയിട്ടുണ്ടോ? പാരിതോഷകം. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നുമാണോ നിങ്ങൾക്ക് ആ പുരസ്കാരം കിട്ടിയത്? ഇല്ല, ഒരു ക്ലബിന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നായിരുന്നു പുരസ്കാരം ലഭിച്ചത്. പ്രസിഡന്റിന്റെ പേര് തങ്കു. നിരാശനാശാന്റെ ജീവിതകഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കവിത കേൾക്കാം. താങ്കളുടെ ഒരു രചന പ്രേക്ഷകർക്കായിട്ട് ഒന്ന് ചൊല്ലാമോ? പാടാമല്ലോ. അനുഗ്രഹം വേണം? വേണ്ട. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് നിരാശ. പത്തിൽ തോറ്റപ്പോൾ നിരാശ, വീണ്ടും തോറ്റപ്പോൾ നിരാശ, വീണ്ടും തോക്കുമെന്നോർത്തപ്പോൾ നിരാശ, നിരാശ നിരാശ നിരാശ. ജനിപ്പിച്ച തന്തക്കു നിരാശ, പ്രസവിച്ചതല്ലക്കും നിരാശ, പഠിപ്പിച്ച ഗുരുനാഥനും നിരാശ, നിരാശ നിരാശ നിരാശ. തന്നെ ഈ പരിപാടിക്ക് വിളിച്ചതിലും നിരാശ. ഈ മഹാകവിയുടെ നിരാശ മാറ്റുന്നതിനു വേണ്ടി മഹാകവി കലാഭവൻ മണി നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി നാടൻ പാട്ട് ആലപിക്കുന്നതാണ്.
Okay, this song is one of my favorite songs, and I hope that each and every one of you is going to clap and dance to this one. Music, please. Come on, everyone, let's see those hands together. പ്രേക്ഷകർക്ക് തരികിട പദനിശയിലേക്ക് സ്വാഗതം. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുമൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവ് നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുമൃതമീശ്വര ഹൃദയം. മാന്യ പ്രേക്ഷകർക്ക് തരികിട പദനിശയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തരികിട പദനിശയിൽ പങ്കെടുക്കാൻ പോകുന്നത് ആരാണെന്ന് പരിചയപ്പെടാം.
എന്തോന്നാ തന്റെ പേര്? ഈശോ ഓടി. എന്തോന്ന്? ഈശോ ഓടി. ഈശോ പേരി ഓടി ഇൻസൽ ഓടാശ്ശേരി ഡേവിസ് മകൻ ഈശോ. ഓ അങ്ങനെ ഈശോ ഓടിയല്ലേ? അതെ. തന്റെ രൂപം കണ്ട ഈശോ വരെ ഓടും. ഈ ചിരികേട്ട ചെലുത്താൻ വരെ ഓടും. അപ്പൊ ഈശോ ഓടി. നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ബ്രായക്കാട് കൂടെയാണ്. എന്തോന്ന് വൃത്തിയേടാ നിങ്ങൾ പറയുന്നത്? ബ്രായക്കാട് കൂടെയാണ് വന്നത്. ഇത് ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് വൃത്തിയോട് പറയല്ലേ? എന്റെ കൂടെ വന്നാൽ അങ്ങനെ വൃത്തിയേടാണ്. ആരുടെ കൂടെ വന്നു നീ പറയാ? വൃത്തിയോട് പറയില്ലേ? ഇബ്രാഹിമിക്ക. തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഓ അങ്ങനെ വ്യക്തമാക്കി പറയൂ. ഓക്കെ, അപ്പോ തരികിട പതിനിസ ആരംഭിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അതെ, ഈ 10,000 രൂപ എന്ന് വലുതാക്കി പറയണ്ട, 10,000 രൂപ എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോഹൻലാലിന് വേണ്ടി സിനിമയിൽ സ്ഥിരമായിട്ട് പാടുന്ന ഒരു ഗായകന്റെ പേര് പറയുക. ഒരു പുളു തരുമോ? ഫ്ലൂ. MG ആണ് തുടക്കം. MG സോമൻ. അദ്ദേഹം മരിച്ചുപോയില്ലേ? മരിച്ചുപോയല്ലേ? നെക്സ്റ്റ് ക്ലൂ. രണ്ടാമത് ശ്രീകുമാർ ഉണ്ട്. MGക്ക് ശേഷം ഒരു ശ്രീകുമാർ കിടപ്പുണ്ട്. ഓ, MGക്ക് ശേഷം ശ്രീകുമാറുണ്ടല്ലേ? ജഗതി ശ്രീകുമാർ. എടോ, MG വെച്ച് വേറെ പേരൊന്നുമില്ലേ? MG റോഡ്. അയ്യോ, അത് റോഡല്ലേ, ഒരു മനുഷ്യന്റെ പേരാണ് പറയേണ്ടത്. മനുഷ്യന്റെ പേരല്ലേ? MGR. അത് നടത്തി വിട്ടാൽ നിനക്ക് നീർക്കിടവിടമാട്ടെ. അയ്യോ, അതെ, ലാസ്റ്റ് ക്ലൂ. എങ്ങനെ? ഓ, പറഞ്ഞോളൂ. കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അച്ചാർ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. എടോ, അതല്ലെന്ന്. അതായത് ഞാൻ ഓ, കുളു ആയാലും മണാലി ആയാലും മര്യാദക്ക് പറയണം. അപ്പൊ ഞാൻ ചോദിക്കും, കൃത്യമായിട്ട് പറയുക. ഇനി പറ. മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേരാണ്? അയ്യോ, ഇയാൾക്കൊരു ജ്ഞാനം ഇല്ലല്ലോ. പറയാത്ത സ്ഥിതിക്ക് മറ്റു പരിപാടികളിലേക്ക് കിടക്കാം. സാധാരണ തരികിട പതിനിസയിൽ വരുന്നവരോട് ഞാൻ കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കാറുണ്ട്. താങ്കൾ വിവാഹിതനാണോ? ഞാൻ വിവാഹിതനല്ല. അല്ല. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടല്ലേ? ഭയങ്കര താല്പര്യമായിട്ട് നടക്കുന്നു. ആരെ വിവാഹം കഴിക്കാനാണ് താല്പര്യം? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം. സാധാരണ എല്ലാവരും പെൺകുട്ടികളെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. അല്ല, എന്റെ പെങ്ങള് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയെയാണ്. അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാനൊരു ചോയ്സ് പറയാം. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുമെന്ന് പറയുക. അതായത് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ, ഒരു നേഴ്സ്, ഒരു ടീച്ചർ. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യും? ഈ 3 ഓഫറും എനിക്ക് തന്നാൽ ഞാൻ ടീച്ചറെ സെലക്ട് ചെയ്യും. അയ്യോ, ടെലിഫോൺ ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത ദിവസം വരുമാനം കിട്ടും. പക്ഷെ അവൾ എന്നോട് പറയും, മിസ്റ്റർ ഈശോ ഓടി, നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്, അല്പം കഴിഞ്ഞ് ട്രൈ ചെയ്യൂ എന്ന് പറയും. എന്നാ പിന്നെ നേഴ്സിനെ സെലക്ട് ചെയ്തൂടെ? ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോവാലോ. ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോവാം. പക്ഷെ അവള് പറയും, മിസ്റ്റർ ഈശോ ഓടി, നിങ്ങളുടെ ബോഡി വീക്കാണ്, അല്പം റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് കുത്തിവെച്ച് ഉറക്കിക്കളയും. അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, എന്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ ഹോംവർക്ക് ചെയ്യാതെ കിടത്തി ഉറക്കത്തില്ല. മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോ തരികിട പതിനിസ അല്പസമയത്തിന് ശേഷം തുടരും. എ ഷോർട്ട് ബ്രേക്ക്. ഈ സമയത്ത് നമുക്കൊരു അടിപൊളി പരിപാടി കാണാം. മൂക്കുത്തി കല്ലുമിനുങ്ങി ഇനിയും വരാത്തതല്ലേ എന്തുമ്പി നീ അരികിൽ വരാത്തതല്ലേ ഇനിയും വരാത്തതല്ലേ
കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ കടവിൽ നിൽക്കയാണിന്നോളവും നോറ്റു കാത്തു നിന്ന് നോക്കി നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞി കൈകൊഴു നാലാളും കൂട്ടരുമായി മിന്നു കെട്ടി നിന്ന് വരും കടവിലും അക്കരയിലും മാലി മാലി മണപ്പുറത്ത് കാത്തു 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 നിന്നെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇതാര് പറഞ്ഞ വരികളാണ്? ഉണ്ണിയുടെ അച്ഛൻ. ഉത്തരം വളരെ കറക്റ്റ് ആണ്. ആ പറഞ്ഞാൽ റിവേഴ്സ് ക്യൂസിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു.
once again to the battery of അസമയമേധം. ലോകത്തിലെ ആദ്യത്തെ റിവേഴ്സ് ക്വിസ്. For every action there is an equal and opposite reaction and quotation of the corporation എന്ന് ജെയിംസ് ബോണ്ട് പറഞ്ഞ വരികളെ സ്മരിച്ചുകൊണ്ട് അസമയമേധം ആരംഭിക്കുന്നു. ഇന്നത്തെ റിവേഴ്സ് ക്വിസിൽ പങ്കെടുക്കാനുള്ളവർക്കുള്ള സൂചന നൽകുന്നു. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് മത്സരിക്കാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇതാര് പറഞ്ഞ വരികളാണ്? ഉണ്ണിയുടെ അച്ഛൻ. ഉത്തരം വളരെ കറക്റ്റ് ആണ്. ആ പറഞ്ഞ ആൾ റിവേഴ്സ് ക്വിസിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു. ആ ഉത്തരം പറഞ്ഞത് മറ്റാരുമല്ല, അന്ധകാര കോളനിയിലെ ചെല്ലമ്മ ചേച്ചി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വാക്ക് പറഞ്ഞത് ആരാണെന്ന ചോദ്യത്തിന് ഉണ്ണിയുടെ അച്ഛനെന്ന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആരാണ് ഈ ഉണ്ണിയും ഉണ്ണിയുടെ അച്ഛനും? ഉണ്ണി എന്റെ മോൻ, ഉണ്ണിയുടെ അച്ഛൻ എന്റെ കെട്ടിയൻ. ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് വന്നപ്പോ അയാൾ എന്റെ മകാൻ ഉണ്ണിയോട് പറഞ്ഞ വാക്കുകളാണ് കേട്ടാ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തപസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ് ഹിമാലയത്തിലേക്ക് ഒരു പോക്ക് അങ്ങാട് പോയി. എന്തിനാണെന്നറിയാമോ? തപസിന്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല കേട്ടാ. അതിനുശേഷം ചേച്ചി അന്വേഷിച്ചു പോയിട്ടുമില്ലേ? ഓ, ഹിമാലയത്തിലേക്കൊക്കെ ആര് പോകാനാണ്? എനിക്ക് അതിനുള്ള സമയമില്ല കേട്ടാ. പിന്നെ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ജയിലിലോ? അതെന്തിനാണ്? ഇപ്പൊ ഈ സ്വാമിമാരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കണ സീസൺ ആണല്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു നോക്ക് കാണാനില്ലാന്നും കരുതി ഇടയ്ക്കിടയ്ക്ക് പോണതാണ് കേട്ടാ. ഭർത്താവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കറണ്ടിന്റെ കാര്യത്തിലേക്ക് വരാം. എല്ലായിടത്തും പോലെ നിങ്ങളുടെ കോളനിയിലും കറണ്ട് പോകാറുണ്ടോ? അവിടെ അങ്ങനെ പോകുമൊന്നുമില്ല, ഇടക്കിടക്ക് വരും. എന്തായാലും മത്സരം ആരംഭിക്കാം. ആ വാടാ, എന്നാ മത്സരം ആരംഭിക്കാൻ ഇങ്ങാട് ഇറങ്ങി വാടാ. അവിടെ അയ്യോ ചേച്ചി, മത്സരം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇയാക്കടെ ഉദ്ദേശം എന്താണ്? അത് ആദ്യം പറയാ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, റിവേഴ്സ് കിസ്. ഇതിനാണാടാ ഇങ്ങാട് വരാൻ പറഞ്ഞത്? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്താണെങ്കിലും നടക്കത്തില്ലടോ. സമ്മതിച്ചിരിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാറ്ററി ഓഫ് അസമയമേധം. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നയാളെ 20 സൂചനകളിലൂടെ ഞാൻ പറയും. ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തരും. എത്ര രൂപ തരുമെന്നാണ് പറഞ്ഞത്? 1000 രൂപ തരും. 1000 രൂപ. ഇയാള് പരാജയപ്പെട്ടാൽ എനിക്ക് 1000 രൂപ തരും. ഞാൻ പരാജയപ്പെട്ടാൽ ഇയാൾ എനിക്ക് 1000 രൂപ തരും. അതെന്തിനാ? എനിക്ക് 2000 രൂപയുടെ ആവശ്യമുണ്ടോ? അത് പറ്റില്ല. ഈ മത്സരത്തിൽ ഒരു നിയമമുണ്ട്. അതായത് ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ 1000 രൂപ തരും. ഒരു കാര്യം ചെയ്യാം, ചേച്ചി പരാജയപ്പെട്ടാൽ 500 രൂപ എനിക്ക് തന്നാൽ മതി. സമ്മതിച്ച് 500 രൂപ തരാം. ചേച്ചി മനസ്സിൽ ഒരാളെ വിചാരിച്ചോളൂ. വിചാരിച്ച്. നിങ്ങൾ ഉദ്ദേശിച്ചയാൾ ഭാരതീയനാണോ? ഈ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലം ഭാരതമാണ്. പൂത്തോട്ട ഈ ചെക്കോസ്ലോവിക്കൻ ഭൂഖണ്ഡത്തിൽ പെട്ടതല്ലേ? ഈ ഭൂഖണ്ഡമൊക്കെയാണ്, കണ്ടത്തിന്റെ നടുവിലാണ് ഞങ്ങളുടെ വീട്. ചുറ്റും കണ്ടമാണ്. ശരി. നിങ്ങൾ വിചാരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അപ്പോൾ മരിച്ചയാളാണോ? അല്ല. ജീവിച്ചിരിപ്പുമില്ല, മരിച്ചിട്ടുമില്ല. അതെങ്ങനെ? ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാള് ജീവിച്ചിരുന്നാൽ എന്ത്, മരിച്ചാലെന്ത്? നിങ്ങൾ ഉദ്ദേശിച്ചയാൾ ആണാണോ? ഞാൻ വിചാരിച്ചത് ആണാണെന്നാണ് കേട്ടാ. പിന്നീടാണ് മനസ്സിലായത് ആണും പെണ്ണും കെട്ടവനാണെന്ന്. 50 വയസ്സിന് മുകളിൽ പ്രായം? അങ്ങോട്ടൊന്നും എത്തൂല കേട്ടാ. കയ്യിലിരിപ്പ് വളരെ മോശമാണ്. കലാ, കായികം, രാഷ്ട്രീയം എല്ലാത്തിലും പെടും. 3 എണ്ണവും ഉണ്ടോ? പോരാത്തതിന് നല്ല വെള്ളവടിയുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏത് സമരത്തിലും പോകും. ഇന്ന പാർട്ടിയൊന്നുമില്ല, ഒരു ഫുള്ളാണ് കണക്ക്. പൂത്തോട്ടക്കാരനായ, ജീവിച്ചിരിപ്പില്ലാത്ത എന്നാൽ മരിച്ചിട്ടുമില്ലാത്ത, 50 വയസ്സിന് മുകളിൽ പ്രായമില്ലാത്ത, കലാ, കായിക, രാഷ്ട്രീയക്കാരനായ, സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ചേച്ചിക്കിതാ സമ്മാനമായി 1000 രൂപ. ഇനി ചേച്ചി മനസ്സിൽ വിചാരിച്ചത് ആരെയാണെന്ന് പറയൂ. ആരാണെന്നാണ് എനിക്കും അറിയേണ്ടത്. ഏതാള്? എന്റെ മിനിക്കുട്ടിയുടെ അച്ഛൻ. പുള്ളിയല്ലേ ഹിമാലയത്തിൽ പോയത്? അത് ഉണ്ണിയുടെ അച്ഛൻ. ഇതെന്റെ മോള് മിനിക്കുട്ടിയുടെ അച്ഛൻ. അതാരാണ്? അതാരാണെന്ന് അറിയാനല്ലേ ഞാൻ ഇങ്ങാട് വന്നത്. എന്റെ 3ാമത്തെ മോള് ശ്യാമള മോളുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു കേട്ടാ. അപ്പൊ അയാള് പറയുന്ന അയാൾക്ക് അറിഞ്ഞുകൂടാന്ന്. അയാള് മനസ്സാവാജ അറിഞ്ഞിട്ടില്ലാന്ന്. ജ്യോത്സ്യന്മാരാട് മുഴുവൻ ചോദിച്ച അവർക്കും അറിയില്ലാന്ന്. അപ്പോഴാണ് ടിവിയിൽ കണ്ടത് ആരായാലും താൻ കണ്ടുപിടിച്ചു തരുമെന്ന്. ഇതിപ്പോ തനിക്കും അറിയില്ലേ? അപ്പൊ താനും തോറ്റു, ഞാനും തോറ്റു. എന്നാ പിടി 500 രൂപ. അപ്പോ ചേച്ചിക്ക് ആളെ അറിഞ്ഞുകൂടാ, അപ്പോൾ ചേച്ചിയും തോറ്റു.
അസമയമേധത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പ്രപഞ്ചം ഉരുണ്ടതല്ലേ. അല്ല, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഈ പ്രപഞ്ചം ഉരുണ്ടതല്ലേ. ഇതേ ഉരുണ്ടുകളി കളിച്ചാണല്ലോ ഇയാള് മുങ്ങിയത്. അപ്പൊ ഇയാള് തന്നെയാണ്. ഒരു പക്ഷേ ആയിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും അതുവരെ ഗുഡ് ബൈ. അടുത്ത പരിപാടി തുടങ്ങിക്കോ. മട്ടുപട്ടി കോയിലെ മമ്മ മച്ചാ മനസ്സ് വച്ചാ ജല്ലിക്കട്ടി ജയ് വിളിക്കൂലേ. പൊണ്ണെ പൊമ്പിളയെ പൊടി മമയിലെ പൂവാളം കുഴിക്കുവാക്കിക്കൊല്ല. മട്ടുപട്ടി കോയിലെ മമ്മ മച്ചാ മനസ്സ് വച്ചാ ജല്ലിക്കട്ടി ജയ് വിളിക്കൂലേ. படையில் பாண்டியனை பொக்கானுக்குள்ள படிக்க பாட்டு பெண்ணே பறக்க கோழி குஞ்சே மாரடி 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 மச்சு பையே. மட்டுப்பட்டி கோயிலில் மம்ம மச்சான் மனசு வச்சா ஜல்லிக்கட்டி ஜெய் பிடிக்குள்ளே. கிளியாய் வெறுத சிலச்சாய் குலுங்க கொம்பங்களும் துள்ளி போட்டுள்ள விளக்கன் வந்ததல்லே விரட்டம் நோக்கிறது. மாட்டுப்பட்டி கோயிலில் மம்ம மச்சான் மனசு வச்சா ஜல்லிக்கட்டி ஜெய் விழிக்குள்ளே. ஏ பொண்ணே பொம்பிளையே போடி மமையிலே குட்டால குயுக்கு வாங்கிக்குள்ள. The world is my gambling. Who am I? A blind blue man and I hold my own and I can't stand it. What I want is what I need is what I love is now I can't stand.
Coming in a style of the world and I'm shining like a diamond pearl and I'm rocking in a new kind of sound and I'm in the town and everybody get down and I'm anybody wanna knock you up? Any other day I got fucked up. Who the other, any other, what if I shut down? 1, 2, 3, and you are free. In the one machine. 1, 2, 3, she know that she love. Go to the image. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, പൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല,
കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെറിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. ൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. Here I come and I right on top and the world is where I am and who am I? A brand new man and I'm on my own and I can't stand and what I want is everything. What I need is everything. What I love is everything. Now, now, can't you sing? Coming in a style of the world and shining like a diamond pearl and rocking in a new kind of sound and in a town and everybody get down and ഇനി വെറും 1 o'clock 2 o'clock ഇനി അത് 3 o'clock 4 o'clock പുതിയത് ഇനി അത് എനകിനി ഒരു വർഷം താ. இன்று நாளை 3 நல்ல வேளை வாரின் தேவதை வந்து சொன்னார். தோட்டம் எனக்கென காத்திருக்கு தினம் 100 பூ பூக்கத்தான். Here I come and I right on top and the world is where I am and who am I? A brand new man and on my own and I can't stand and what I want is everything. What I need is everything. What I love is everything. Now, I can't you sing? நாரினி என்றல் தேரில் ஏறி உலகம் சுற்றும் வாலிபன். ஓ நாடெல்லாம் படகொட்டி போல பாடி செல்லும் பாடகன். அதன் காரணம் தெய்வத்தாய் தான் அன்றும் இன்றும் எங்கும் அவை பலித்தது இன்று அன்பே வா வா வா. ஐயோ உள்ளத்தை கொள்ளை கொள்ளும் இனி வரும் 1 o'clock 2 o'clock இனி அது 3 o'clock 4 o'clock புதியது இனி அது எனக்கு. に ஒளி வருஷம் தான். Here I come and I right on top and the world is where I am and who am I? A brand new man and on my own and I can't stand and what I want is everything. What I need is everything. What I love is everything. நாரினி என்றல் தேரில் ஏறி உலகம் சுற்றும் வாலிபன். ஓ நாடெல்லாம் படகொட்டி போல பாடி செல்லும் பாடகன். Mine
கண்டு அடிமை பெண்ணாய் யாரது இந்த இளமை துள்ளல்கள் இன்று ஆட்டம் பாட்டம் கொண்டாட்டம் சுடர் வீசுது ஒளி விழிக்கென்று அதுவே தேவன் தீர்ப்பு ஐயோ பல்லாண்டு வாழ்கை என்று பாடும் வையமே நேற்று இன்று நான்